ബിക്കോസ് നമ്മൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ MLA പറഞ്ഞ സ്ഥലത്ത് ഞാനും കുറച്ചൊന്ന് വികാരഭരിതനായി. കാരണം ഞാനൊരു പട്ടാളക്കാരനാണ്. എൻ്റെ മോൻ വളർന്നു വന്നിരുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ മോന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ സമയത്ത് പറ്റാതെ പോയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ കുട്ടിക്ക് ഈ അച്ഛൻ്റെ ഒരു കയ്യ് എപ്പോഴും വേണം എന്നുള്ളത്. അന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഞാൻ എവിടെ പോകുന്ന സമയത്ത് ഇത് സംസാരിക്കാറുണ്ട്. ബിക്കോസ് അമലിയെ പോലെ അമലിയെപ്പോലുള്ളൊരു കുട്ടി ഇവിടെ എന്തിനാ ഞാൻ നോക്കിയെന്ന് മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു സ്റ്റേജിൽ ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അപ്പുറത്ത് വേറൊരു കോൺസെൻട്രേഷൻ, കംപ്ലീറ്റ് ആളുകളുടെ ഫേസ് അങ്ങോട്ടായിരുന്നു. അപ്പം ഞാനീ സംസാരിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ സൈലൻ്റ് ആയത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അമലിയെപ്പോലുള്ളൊരു കുട്ടിക്ക് ബൈജുവിനെ പോലുള്ളൊരു അച്ഛനെ കിട്ടിയത് കാരണം ഇനിയിപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ വരാൻ പോവാണ്. എക്സാമിനേഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ എല്ലാ കവലകളിലും കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വിഷയത്തിലും A+ നേടിയ എൻ്റെ മകൾ ആതിരയ്ക്ക് അഭിനന്ദനങ്ങൾ. ഇതും കണ്ടുകൊണ്ട് അയലോക്കത്തുകാരൻ്റെ മകൾ അച്ഛൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നത് B+ ആണ്. അച്ഛൻ കൈയൊന്ന് പിടിച്ചൊന്ന് വലിക്കും. കണ്ടോടി, നിന്റെ ക്ലാസ് തന്നെയല്ലേ അത് പഠിക്കുന്നത്, അതേ ടീച്ചർ തന്നെയല്ലേ നിന്നെ പഠിപ്പിച്ചത്, എന്നിട്ട് നിനക്ക് B+, അവൾക്കിത്. കമ്പാരിസൺ തുടങ്ങി. ഈ അച്ഛൻ ഓർക്കുന്നില്ല എൻ്റെ മകൾക്ക് വേറൊരു കഴിവുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും പേരൻസിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. ആ കമ്പാരിസൺ വരുന്ന സമയത്ത് നമുക്കൊരിക്കലും സന്തോഷിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനോ പറ്റില്ല. അവിടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്താണ് കഴിവ്, ആ കഴിവിനെ കണ്ടുകൊണ്ട് ആ കുട്ടി, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ മൂപ്പർക്ക് ചെസ്സ് കളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. സോ ഹി റിയലൈസ്ഡ് ഇറ്റ് ലേറ്റർ. നമ്മൾ കാണുക എന്താണെന്നുള്ളത്, ആ കുട്ടിയെ അതിൽ സപ്പോർട്ട് ചെയ്യും. അത് വരുന്ന സമയത്ത് ചിലപ്പം വേൾഡ് ഫേമസ്, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. എൻ്റെ കൂട്ടുകാരനാണ് മുരളി എന്ന് പറയുന്ന പഴയ നാഷണൽ ഇൻ്റർനാഷണൽ ഹഡ്ലർ. അവൻ്റെ മോനാണ് ഇന്ന് ഒളിമ്പിക്സിലടക്കം ലോങ് ജമ്പിൽ 8 മീറ്റർ 27, 8 മീറ്റർ 34 ചാടി ലോക റെക്കോർഡുകൾ ഉണ്ടാക്കുന്ന ശങ്കുണ്ണി എന്ന് പറയുന്ന ടി ശങ്കു. ആ കുട്ടി പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കറിയാം, അവൻ അച്ഛൻ ചെയ്തിരുന്ന ട്രിപ്പിൾ ജമ്പാണ്. അവന് പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടാവും. ആ അച്ഛൻ മകനെ ലോങ് ജമ്പിൽ പ്രാക്ടീസ് കൊടുത്ത് അച്ഛൻ കോച്ചായി മകനെ ഒളിമ്പിക്സ് വരെ എത്തിച്ചു. പക്ഷെ അതേ സമയത്ത് അവൻ്റെ ഇൻട്രസ്റ്റ് അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവൻ പഠിപ്പിലും ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ അച്ഛന് സന്തോഷം കൊടുക്കുന്ന ആ പഠിപ്പ് കൂടെ ഞാൻ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവൻ നല്ലൊരു അക്കാഡമിക്സുമായി കൂട്ടത്തിൽ ലോകമറിയുന്ന വേൾഡ് റാങ്കിങ്ങിലുള്ള ഒരു ലോങ് ജമ്പറുമായി മാറിയിരിക്കുകയാണ്. കാരണം എന്താണ്? ഇത് അച്ഛൻ്റെയും മകൻ്റെയും നമ്മളൊരു കോമ്പിനേഷനാണ്. ഇന്നിവിടെ ബൈജു ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടത്തി വെച്ച് നമ്മളെപ്പോലുള്ള എല്ലാ ആ അറിയുന്ന കൂട്ടുകാരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ടിങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അമലുവിൻ്റെ ഈ ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കും, എനിക്കും ഇങ്ങനൊരു കഴിവുണ്ട്, ഞാനും ഇത് ചെയ്യണം. ഇതിനകത്ത് തോന്നിയിട്ടുണ്ട്, ഞാൻ ചില ആ കവിതകൾ, ഇംഗ്ലീഷ് പോയംസ്, when I read it, I was wondering how such a small girl can imagine what a sky and what is the largeness of the sky, and also along with that she has compared in one poem that the depth of the sea. ഇത് രണ്ടും കൂടെയുള്ളൊരു കമ്പാരിസൺ ഈ കുട്ടിക്കാലത്ത് എങ്ങനെ ഈ മനസ്സിനകത്തോട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡോണ്ട് നോ. ബിക്കോസ് ദാറ്റ് ഇസ് എ ഒരു ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവായിട്ടാണ് അത് കാണുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടൊരു ഇമാജിനേഷൻ. ഞാനെന്ന പട്ടാളക്കാരൻ എങ്ങനെ ഒരു ഡയറക്ടറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനകത്തുണ്ട് ഒരു ഇമാജിനേഷൻ. അങ്ങനെ ഇമാജിൻ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് ആ കീർത്തിചക്ര എന്നുള്ളൊരു സിനിമ. നിങ്ങൾ കാണുന്നതിന് മുന്നേ ഞാൻ ആ സിനിമ ചുരുങ്ങിയൊരു 4 വർഷം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മനസ്സിനകത്ത്. ഓരോ ഫ്രെയിംസ് എനിക്കറിയാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ ഞാൻ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് അവസാനം നമ്മളത് ടെക്നിക്കലി എടുത്ത് പുറത്തിടുമ്പോഴാണ് നിങ്ങൾ കാണുന്നതും നമ്മുടെ കഴിവിനെ അപ്രിസിയേറ്റ് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് പല കഴിവുകളും കുട്ടികളെ നിങ്ങൾക്കുണ്ട്. അതേ സമയത്ത് യു ആർ ഓൾ വെരി ലക്കി. ഞാനിപ്പോൾ നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സായിട്ട്
ACP അടൂർ. ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് പലതും അറിയാത്ത സംഭവങ്ങളുണ്ട്. ആ അറിയാത്ത സംഭവങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരിക്കലും തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ല. നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് ജാമ്യം എടുക്കേണ്ട അവസ്ഥ വരില്ല. ഇതറിയാതിരിക്കുമ്പോഴാണ് അതിൻ്റെ ശിക്ഷ എന്താണ്, അതിൻ്റെ ഭീകരത എത്രയാണെന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോവില്ല. അതില്ലെങ്കിൽ എന്തായി, കൊച്ചുകുട്ടികളെ പിടിക്കുകയാണ്. കഞ്ചാവിനും MDMAക്കും അല്ലെങ്കിൽ ഡ്രഗ്സിനും ഇതിനെല്ലാം പോയി കഴിഞ്ഞാൽ അവസാനം ആരാണ് നാണം കിടന്നതെന്ന് അറിയാവോ? മാതാ, പിതാ, ഗുരു, ദൈവം എന്നും പറഞ്ഞ് നമ്മൾ 3 ബ്രഹ്മാണ്ടങ്ങളെ പടച്ചു വെച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും ഗുരുനാഥനും. ഇവരെല്ലാം നാണം കെട്ട് തലതാത്തേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുണ്ടാക്കാതിരിക്കാനാണ് സമൂഹത്തിൽ ഇതുപോലുള്ള പോലീസ് ഓഫീസേഴ്സ് വന്നിരിക്കുന്നത്. അവരവരുടെ പോലീസിങ് മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളെ എങ്ങനെ നല്ല വഴിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിന് അവരുടേതായിട്ടുള്ള സമയം കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ സ്കൂളുകളിലെല്ലാം വന്ന് നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്, ഓ ഇതിൻ്റെ പ്രശ്നം ഇത്രയാണോ, ഇന്നതാണോ, ഏതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ ആരോട് പറയണം, എന്ത് ചെയ്യണം. ഇതെല്ലാം അവയർനെസ് കൊടുക്കാൻ വേണ്ടി വെറും പോലീസിങ് അല്ല, സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. സോ യു ഷുഡ് ബി വെരി ഹാപ്പി ദാറ്റ് സമൂഹത്തിൽ, അതുപോലെ തന്നെ MLA പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടപ്പം ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് യെസ്, അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് എന്ത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതേസമയത്ത് കുട്ടികളെ ഒരു വാക്കോട് പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങളുടെ അച്ഛനമ്മമാരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സ്. അതിന്നിപ്പം അമലിക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അച്ഛൻ തന്നെ കാണിച്ചു തന്നു. കാരണം നിങ്ങൾ എന്ത് എവിടെ സംഭവിച്ചാലും തിരിച്ച് വീട്ടിൽ പോയിട്ട് അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ, എസ്പെഷ്യലി അമ്മയോട് പറയണം, അമ്മ ഇന്നിങ്ങനൊരു സംഭവം സംഭവിച്ചു, ഇസ് ഇറ്റ് ഓക്കെ ഓർ നോട്ട്. അപ്പം അമ്മ പറയും, അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസമൊന്നും വേണ്ട, പക്ഷെ ലോക പരിചയമുണ്ട് നിങ്ങളെക്കാൾ. അമ്മ പറയും, മോനെ മോളെ ഇനി അത് ചെയ്യരുത് കേട്ടോ. അതോടെ നിങ്ങൾ നിർത്തും അത്. അപ്പം നിങ്ങളുടെ യുവർ കമ്മ്യൂണിക്കേഷൻ ടു യുവർ പേരൻസ് ഷുഡ് ബി ഓൾവേസ് ഇൻടാക്ട്. ആ ഗ്യാപ്പ് വരുത്തരുത് മക്കളെ. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് കൈപൊക്കണം. സത്യസന്ധമായിട്ട് എന്നോട് നുണ പറഞ്ഞാൽ എനിക്കൊരു അറിയില്ല നിങ്ങൾ നുണയാണോ സത്യമാണോ പറയുന്നതെന്നുള്ളത്. വീട്ടിൽ നിന്ന് ഇന്ന് പോരുന്ന സമയത്ത് എത്ര പേര് നിങ്ങൾ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തുകൊണ്ട് അമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുള്ളവർ എത്ര പേര് സത്യസന്ധമായിട്ട് കൈപൊക്കണം? താങ്ക് യു. വൈ യു നോ, ബ്രിങ് യുവർ ഹാൻഡ്സ് ഡൗൺ. കുറേ കുട്ടികളുടെ കൈ പൊങ്ങിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഐ എം ഹാപ്പി ദാറ്റ് യു ഡിഡ്ന്റ് ടെൽ ലൈ. നമ്മൾ മനുഷ്യന്മാർ കുറ്റം ചെയ്യും, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഓണപ്പ് ചെയ്യാനുള്ള ഗട്ട്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ട് മാറുന്നതും ഈ സമൂഹത്തിൽ ഒരു